ഹലോ, അപ്പോൾ എല്ലാവർക്കും ഒരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ കാണിക്കാൻ പോണത് നേന്ത്രപ്പഴം വെച്ചിട്ട് ടേസ്റ്റി അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള അതുപോലെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കാണിക്കാൻ പോണത്. ഇൻഗ്രീഡിയൻസൊക്കെ വളരെ കുറവാണ്. നമുക്ക് വീട്ടിലുള്ള വസ്തുക്കൾ വെച്ചിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് കുറച്ച് അവൽ, വളരെ കുറഞ്ഞ അളവിൽ മതി, കുറച്ച് അവൽ നന്നായി ചൂടാക്കി മുരിച്ചെടുക്കുക. അത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുപോലെ ഒരു ഇച്ചിരി ശർക്കര പാനി ഉണ്ടാക്കിയെടുക്കാം. ശർക്കര പാനി റെഡിയാവുന്ന സമയത്ത്, തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഇച്ചിരി തേങ്ങ കൂടി ചിരണ്ടിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 കൈപ്പിടിയോളം മതിയാവും. അത് നന്നായിട്ട് ഇളക്കുക. അതുപോലെ അതിലേക്കൊരു 2-3 ഏലക്കായ പൊടിച്ചതുകൂടി ചേർത്ത് കൊടുക്കുക. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് നന്നായിട്ട് യോജിപ്പിക്കുക. ചൂടാറുമ്പോഴത്തേക്ക് നന്നായി ചൂടാറിയതിന് ശേഷം നമ്മൾ നേരത്തെ മുരിച്ച് വെച്ചിട്ടുള്ള അവിൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി മാറ്റി വയ്ക്കുക. ഈ സമയത്ത് നമ്മൾ കുറച്ച് നേന്ത്രപ്പഴം കഷ്ണാക്കിയത് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 3-4 വിസിലടുപ്പിച്ചിട്ടുണ്ട് നല്ലപോലെ വെന്ത് കിട്ടാനായിട്ട്. നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് അതിൻ്റെ തൊലിയും അതിൻ്റെ അകത്തുള്ള നാരും കളഞ്ഞിട്ട് മാറ്റുക. അത് നന്നായിട്ട് ഉടയ്ക്കുക. ഉടച്ചു കഴിഞ്ഞ് അതിലേക്ക് 1 കപ്പോളം അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു മാവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. 1 കപ്പോളം അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ മാവിനെ നമ്മൾ ചപ്പാത്തിക്കും പത്തിരിക്കൊക്കെ ചെയ്യുന്ന പോലെ ഇങ്ങനെ നീളത്തിൽ ഉരുട്ടിയെടുത്ത് ചെറിയ കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് കയ്യിൽ വെച്ച് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് നമ്മൾ ചെറുവിരലോ ഏതെങ്കിലും ഒരു വിരൽ വെച്ച് നടുവിൽ ചെറിയ കുഴി ഉണ്ടാക്കി വെക്കുക. അതൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഇഷ്ടമുള്ള പോലെ, ഇനിയിപ്പോൾ അങ്ങനെ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഉരുട്ടിയിട്ട് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാനതൊക്കെ ആ ഷേപ്പിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാനായിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. പാത്രത്തിൻ്റെ മുകളിൽ നല്ല വൃത്തിയുള്ളൊരു, ഞാനൊരു വെള്ള തുണിയാണ് എടുത്തിട്ടുള്ളത്, നല്ല വൃത്തിയുള്ളൊരു കോട്ടൺ തുണി വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കി വെച്ച കുഞ്ഞു പഴം ഉണ്ടകൾ ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. നമുക്കത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അത് വെന്തോ നോക്കാനായിട്ട് നമുക്ക് തുറന്ന് നോക്കാം. ഒരെണ്ണം എടുത്ത് നോക്കാം. പിടിക്കുമ്പോൾ ഒട്ടുന്നൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. സോഫ്റ്റായിട്ടുള്ള ഒരു സ്നാക്ക് കൂടിയാണ്. നല്ല സോഫ്റ്റാണ്. നമുക്ക് കുറച്ച് കുഞ്ഞുള്ളികൾ, ചെറിയുള്ളി ചെറുതാക്കി അരിഞ്ഞെടുക്കാം. ചെറിയുള്ളി അരിഞ്ഞത് നമുക്കിനി ഒരു ചട്ടിയിൽ ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് ചെറിയുള്ളി നമുക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അവിലും ശർക്കരയും തേങ്ങയും കൂടി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ മിക്സ് ഈ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ പുഴുങ്ങി മാറ്റി വെച്ചിട്ടുള്ള പഴം ഉണ്ടകൾ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കിയെടുക്കാം. അപ്പം നമ്മുടെ പഴം ഉണ്ടകൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും, ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. പിന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം.